ഞാൻ സൽമോൻ, യൂദാ ഗോത്രത്തിലെ നെഹശോന്റെ മോനാണ്. ഇസ്രായേൽ ടീം മരുഭൂമിയിൽ കൂടെ കറങ്ങി നടന്നപ്പോൾ എൻ്റെ പപ്പയായിരുന്നു അവിടുത്തെ ക്യാപ്റ്റൻ. വംശാവലി എടുത്തു നോക്കിയാൽ നമ്മൾ വേറെ ലെവൽ. തീരുമാനമെടുത്താൽ മണ്ടത്തരമാണെന്ന് പേടിച്ച് ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ ജീവിതം തള്ളി തള്ളി നിൽക്കുന്ന യുവാക്കളെ, യുവതികളെ. നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ മണ്ടത്തരമാണെന്ന് പരിഷ്കാരികൾ വിധി എഴുതിയാലും അത് ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ അത് ചരിത്രമാണ്. എൻ്റെ കഥ പറയാം. സീൻ എന്താന്ന് വെച്ചാൽ, ഇസ്രായേൽ ടീം കാനാൻ ദേശം പിടിക്കാൻ ഇറങ്ങിയ ടൈം. ജെറീക്കോ കോട്ട പൊളിക്കാൻ ചെന്നപ്പോൾ അവിടെയുള്ള റാഹാബ് എന്ന ഒരു പെണ്ണിനെ ഞാൻ കണ്ടു. രുടെ കണ്ണിൽ അവൾ പാപിനിയായിരുന്നു, പക്ഷെ ദൈവത്തിന്റെ പ്ലാനിൽ അവൾ പവർഫുൾ ആയിരുന്നു. ദൈവത്തോട് ഞാൻ സമ്മതം ചോദിച്ചു, പുള്ളി സമ്മതിച്ചു. ഞാൻ അവളെ കെട്ടി. ലോകം മൊത്തം ജഡ്ജ് ചെയ്ത് കുറ്റം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ചങ്കുറപ്പോടെ പറഞ്ഞു, ഇവൾ എന്റെ പെണ്ണാണെന്ന്. റാഹാബിൽ എനിക്ക് ജനിച്ചതാണ് നമ്മുടെ ബോവാസ് കുട്ടൻ. അവിടുന്ന് അങ്ങോട്ട് ദാവീദ് രാജാവും പിന്നെ നമ്മുടെ രക്ഷകൻ ക്രിസ്തുവും ഒക്കെ വരുന്നത് എൻ്റെ ഈ ഫാമിലി ട്രീയിലാടാ. മക്കളായിട്ട് പറഞ്ഞ തറവാടിത്തൻ ലോഡൻ. മത്തായിയുടെ സുവിശേഷത്തിലെ 1-ാം അധ്യായം എടുത്തു നോക്കിയാൽ സൽമോന്റെ പേര് അവിടെ വെട്ടിത്തിളങ്ങുന്നത് അവിടെ കാണാം. വലിഞ്ഞു കയറി വന്ന് വെറുതെ വന്നു പോയവനല്ല ഈ ഞാൻ. രക്ഷാകര ചരിത്രത്തിന്റെ മെയിൻ ലിങ്കാണ്. സോ ഗോയ്സ്, നിന്റെ പാസ്റ്റ് എന്തായാലും കുഴപ്പമില്ല. നീ ദൈവത്തിന്റെ കൂടെ നിന്നാൽ നിന്റെ ഫ്യൂച്ചർ ആള് കിടുക്കാച്ചിയാക്കും. നമ്മളിട്ട പ്ലാനുകൾ പാളിപ്പോയാലും വിഷമിക്കേണ്ട. ദൈവം നമുക്ക് വേണ്ടി ഒരു അടിപൊളി മാസ്റ്റർ പ്ലാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ദൈവത്തെ വിടാതെ പിടിച്ചാൽ ഫ്യൂച്ചർ സേഫാണ്. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ. അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. അപ്പോ ബൈ.